നമസ്കാരം. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസിലെ പ്രതികളുടെ വീടുകളിൽ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തി. അറസ്റ്റിലായ 8 പ്രതികളുടെ വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും ശേഖരിക്കുന്നതിനുമാണ് റെയ്ഡ്. പ്രതികളുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുകയും അയൽവാസികളിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാഥമിക പരിശോധനയിൽ 80 ലക്ഷം രൂപ പിടിച്ചെടുത്തിരുന്നു. പ്രതികളുടെ കൈവശം കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും മറ്റു സ്വത്തുക്കളും ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. സംഭാവനയുടെ പേരിൽ ഏകദേശം 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാനാണ് SIT ശ്രമിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം പരിശോധന ആരംഭിച്ചത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂർ ജില്ലയിൽ പൾസ് പോളിയോ പ്രതിരോധ യജ്ഞത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മാളയിൽ മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. വിയ്യൂർ ജയിലിന് മുകളിൽ ഡ്രോൺ കണ്ടെന്ന സംശയത്തിൽ നിർണായക വഴിത്തിരിവ്. പ്രാഥമിക അന്വേഷണത്തിൽ ഡ്രോൺ അല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് താഴ്ന്നു പറന്ന വിമാനമായിരുന്നെന്ന് പോലീസിന്റെ നിഗമനം. മാള പഞ്ചായത്തിലെ കാട്ടിക്കരക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് മുൻകൈയെടുത്ത മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥിനെ ചടങ്ങിൽ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിൽ പൾസ് പോളിയോ പ്രതിരോധ യജ്ഞത്തിന് തുടക്കമായി. 5 വയസ്സിൽ താഴെയുള്ള 1,73,000-ലധികം കുട്ടികൾക്ക് ഇന്ന് പ്രതിരോധ തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം മാളയിൽ മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ പൾസ് പോളിയോ പ്രതിരോധ യജ്ഞത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മാള K കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇന്ന് പോളിയോ വിതരണം നടത്തുന്നത്. കേരളത്തിലെ ഏതാണ്ട് 22,000-ൽ പരം വരുന്ന ബൂത്തുകളിലായി 19 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾക്ക് ഇന്ന് പോളിയോ വിതരണം നടത്തുന്നുണ്ട്. സർക്കാർ ആശുപത്രികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, അതുപോലെ തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ബൂത്തുകൾ എന്നിവിടങ്ങളിലായിട്ടാണ് പോളിയോ വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോളിയോ വാക്സിൻ മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ ദിനത്തിൽ വീണ്ടും തുള്ളിമരുന്ന് നൽകണം എന്നുള്ളതാണ് പൊതുവെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിയോ എടുക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമായൊരു കാര്യം കൂടിയാണ്. ലോകാരോഗ്യ സംഘടന ഈ ഒരു മേഖലയെ, നമ്മുടെ ഏഷ്യയിലെ ഈ ഒരു മേഖലയൊക്കെ തന്നെ പോളിയോ വിമുക്തമായ ഒരു പ്രദേശമായൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇന്നും ലോകത്ത് പലയിടത്തും പോളിയോയുടെ വൈറസുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പ്രതിരോധശേഷി ഉയർത്തുന്നതിനും പോളിയോ രോഗം ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി പേശികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ശ്വാസകോശത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനും അവരുടെ പ്രതിരോധശേഷി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വാക്സിൻ തുള്ളിമരുന്ന് നൽകുന്നത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, പോൾസൺ കൊടിയൻ, TK രാധാകൃഷ്ണൻ, ഔസേപ്പച്ചൻ ജോസ്, സിൽവി സേവ്യർ, സുനിത സജീവൻ, ധന്യ ദേവദാസ്, TK ജിനേഷ്, ജോഷി കാഞ്ഞുതറ, ഡോക്ടർ മുഹമ്മദ് ഫവാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള 1,73,897 കുട്ടികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 1,926 കുട്ടികൾക്കുമായി ആകെ 1,877 പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. അങ്കണവാടികൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും പ്രത്യേക ബൂത്തുകൾ പ്രവർത്തിക്കും. രാവിലെ 8 മണി മുതൽ തുള്ളിമരുന്ന് വിതരണം ആരംഭിച്ചു. ഇന്ന് ഏതെങ്കിലും കാരണവശാൽ തുള്ളിമരുന്ന് ലഭിക്കാതെ പോകുന്ന കുട്ടികൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി മരുന്ന് നൽകും. 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി പ്രതിരോധ യജ്ഞവുമായി സഹകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു. മീഡിയ ടൈം, മാള. തൃശൂർ വിയ്യൂർ ജയിലിന് മുകളിൽ ഡ്രോൺ കണ്ടെന്ന സംശയത്തിൽ നിർണായക വഴിത്തിരിവ്. പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഡ്രോൺ അല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് താഴ്ന്നു പറന്ന വിമാനമായിരുന്നെന്നാണ് പോലീസിന്റെ നിഗമനം. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ജയിലിന് മുകളിൽ വലിയ ഡ്രോണിന് സമാനമായ ഒരു വസ്തു കണ്ടത്. തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിന് മുകളിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ കണ്ടത് ഡ്രോൺ അല്ലെന്ന് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വളരെ താഴ്ന്നു പറന്ന വിമാനമാണ് ഡ്രോൺ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ജയിലിന് മുകളിൽ വലിയ ഡ്രോണിന് സമാനമായ ഒരു വസ്തു കണ്ടത്.
തുടർന്ന് പുലർച്ചെ 3 മണിക്ക് ശേഷവും സമാന ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തി. തലേദിവസം രാത്രിയിലും ഇതേ പാതയിലൂടെ വിമാനം സഞ്ചരിച്ചതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. മാള പഞ്ചായത്തിലെ കാട്ടുകരക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. $15 ലക്ഷം രൂപ 54 ലക്ഷം രൂപ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ശതമാനം പോകുന്നതിന് പേര് വളർത്തുന്നതിന് വലിയ കൈവരിയോടുകൂടി നമ്മുടെ അനന്ത പ്രവർത്തനത്തെ അവലംബിക്കുകയും ചെയ്തു. അതിനിടയിൽ രണ്ടാമത് ഈ കാവ്യത്തിൽ 15 ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അത് തികയാതെ വരുന്ന സമയത്ത് പിന്നെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൂടി ഭാഗത്തുനിന്ന് ഞാൻ കൂടി കൊടുത്ത മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, ജോഷി കാഞ്ഞുത്തറ, ടി കെ ജിനേഷ്, സിന്ധു അശോക്, എം കെ ബാബു, ഗീത എ ജി, ശോഭന ഗോകുൽനാഥ്, ജിഷ ജോഫി, ടി പി ബാലകൃഷ്ണൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കാട്ടുകരക്കുന്ന് കുടിവെള്ള പദ്ധതി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് മുൻകൈയെടുത്ത മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ മാള ഡിവിഷൻ മെമ്പറുമായ ശോഭന ഗോകുൽനാഥിനെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ CT സ്കാൻ മുറിയിൽ പാമ്പിനെ കണ്ടെത്തിയത് പരിഭ്രാന്തിക്കിടയാക്കി. CT സ്കാൻ വിഭാഗത്തിലെ ജീവനക്കാരിയാണ് ആദ്യം പാമ്പിനെ കണ്ടത്. അണലി ഇനത്തിൽപ്പെട്ട പാമ്പാണെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞെത്തിയ ചേലക്കര സ്വദേശിയും പൊതുപ്രവർത്തകനുമായ റസാഖ് പാമ്പിനെ സുരക്ഷിതമായി തുരത്തി പുറത്താക്കി. സംഭവത്തെ തുടർന്ന് ആശുപത്രി ജീവനക്കാരും രോഗികളും ആശങ്കയിലായി. പാമ്പ് ആശുപത്രിക്കുള്ളിൽ എത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴയ്ക്കും ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. അടുത്ത മാസം 1-ാം തീയതി വരെ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനം തുടരാമെന്ന് അധികൃതർ അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും മരങ്ങൾ, വൈദ്യുതി കമ്പികൾ തുടങ്ങിയവയുടെ സമീപത്ത് നിൽക്കാതിരിക്കാനും കാലാവസ്ഥാ വകുപ്പ് പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കുഴൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികളുടെ ഉദ്ഘാടനവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. മന്ത്രി ഒ.ജെ. ജനീഷ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമേ തന്നെ അനുഭവിക്കാൻ ജീവിതത്തിലെ തുടക്കത്തിൽ തന്നെ ലക്ഷ്യത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളിലൊന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ പ്രത്യേകമായ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാന വിജയമല്ല. ഇനിയും ഒരുപാട് വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ മാർക്കിലൊന്നും പുറകെ പോയ വിദ്യാർത്ഥികളുണ്ടാവില്ല. അത് അവരുടെ ജീവിതത്തിലെ അവസാന ശ്രമവുമാണ്. ഇനിയും ഒരുപാട് അവസരങ്ങൾ
പ്രസിഡന്റ് പി എസ് ശിവൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ, സാജൻ കൊടിയൻ, നിത കൃഷ്ണ, ഷൈല, നന്ദിത വിനോദ് ടി എൻ, വിജയൻ, പി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. മാള കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ VI കൃഷ്ണൻ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന സമ്മേളനവും നടന്നു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. 1946 മുതലുള്ള ഒരു വായനശാലയാണ്. 2026 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു വായനശാലയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് അറിവ് എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല, അക്ഷരങ്ങൾ എല്ലാവർക്കും സാധ്യമായ ഒന്നല്ല, വിദ്യാഭ്യാസവും എല്ലാവർക്കും സാധ്യമായ ഒന്നല്ല. അതെല്ലാം വലിയ രീതിയിൽ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ സാഹചര്യവശാലും സാമൂഹികപരമായ സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വലിയ വിഭാഗം ജനത നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന കാലത്ത് ആരംഭിക്കപ്പെട്ട ഒരു വായനശാലയാണ്. അപ്പോൾ എത്രയെത്ര വർഷങ്ങളായി എത്രയെത്ര തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന, അക്ഷരങ്ങളുടെ കുന്നിടക്കൂട്ട് പകർന്ന ഒരു വായനശാലയാണ് ഇവിടെ കുരുവിലശ്ശേരി വായനശാല എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ അഭിമാനകരമായ ഒരു പാരമ്പര്യമുള്ള ഒരു വലിയ ഗ്രന്ഥശാല പ്രസ്ഥാനം കൂടിയാണ് ഇത് എന്നുള്ളതിൻ്റെ. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, NS വിദ്യാധരൻ, സെലിൻ ജെയിംസ്, സിമി ഭൂപേഷ്, TP ബാലകൃഷ്ണൻ, MP കുട്ടൻ, PK രത്നാകരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പുത്തഞ്ചിറ പിണ്ടാണി സെന്റ് പോൾസ് കുരിശുപള്ളിയിൽ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഫാദർ ജോസഫ് മാളിയക്കൽ കുന്നൻ മുഖ്യ കാർമ്മികത്വം വഹിച്ച തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോർജ് മംഗലൻ തിരുനാൾ സന്ദേശം നൽകി. ഞങ്ങളുടെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. വിശുദ്ധ പൗലോസ്ലീഹായെ രക്തസാക്ഷിത്വത്തിലൂടെ നിധന്യമാക്കിയ സഭയിൽ നിനക്ക് നന്ദി പറയുന്നു. വിശുദ്ധനെ പോലെ നിന്നുള്ള വിശ്വാസം ഏറ്റുപറയുവാനും നിന്റെ വചനം പ്രഘോഷിക്കുവാനും നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. തുടർന്ന് വിശ്വാസികളുടെ പങ്കാളിത്തത്തോടെ പ്രദക്ഷിണം നടന്നു. ബാൻഡ് മേളവും നേർച്ച ഭക്ഷണ വിതരണവും തിരുനാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. നിരവധി വിശ്വാസികൾ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ പൾസ് പോളിയോ പ്രതിരോധ യജ്ഞത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മാളയിൽ മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. വിയ്യൂർ ജയിലിന് മുകളിൽ ഡ്രോൺ കണ്ടെന്ന സംശയത്തിൽ നിർണായക വഴിത്തിരിവ്. പ്രാഥമിക അന്വേഷണത്തിൽ ഡ്രോൺ അല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് താഴ്ന്നു പറന്ന വിമാനമായിരുന്നെന്ന് പോലീസിന്റെ നിഗമനം. മാള പഞ്ചായത്തിലെ കാട്ടിക്കരക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് മുൻകൈയെടുത്ത മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥിനെ ചടങ്ങിൽ ആദരിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.